എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ മെറ്റബോളിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്ങനെ നമുക്ക് മെറ്റബോളിസം കൂട്ടാം എന്ന്, നമുക്ക് പോസിറ്റീവായിട്ട്, വലിയ മാഗ്നിഫിസന്റ് ആയിട്ടുള്ള കൂട്ടലല്ല, പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞത്. അപ്പൊ അത് 27 മിനിറ്റ്സ്, അത് ഇച്ചിരി ലോങ് ആയിപ്പോയി. പക്ഷെ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. ആ കാര്യങ്ങളാണ് ഞാനിപ്പോ ഒരു ചെറിയ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസിനെ കുറിച്ചാണ്. നമ്മൾക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും നമ്മുടെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ DNA ടെസ്റ്റ് ചെയ്തു. സർക്കിൾ DNA എന്ന് പറയുന്ന ഒരു ഹോങ്കോങ് കമ്പനിയുടെ കയ്യിലാണ് ഞാൻ എൻ്റെ സലൈവ അയച്ചു കൊടുത്ത് DNA അനാലിസിസ് ചെയ്തത്. അപ്പൊ ആ DNA അനാലിസിസിൽ അവര് നോക്കിയിട്ട് എനിക്ക് ഡയബറ്റിസിന്റെ യാതൊരു ജീൻസും ഇല്ല എന്നുള്ളത് ആണ് തെളിഞ്ഞത്. അപ്പൊ ഞാനിപ്പോ പോകുന്ന ഹാബിൾഡ് എന്ന് പറയുന്നവരുടെ ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ആയുർവേദിക് ഡോക്ടറാണ്. ആ ഡോക്ടർ പ്രത്യേകമായിട്ട് പറയും, ഡയബറ്റിസ് ഒരു DNA റിലേറ്റഡ് ഡിസീസ് അല്ല, നമുക്ക് ജനറ്റിക് ഡിസീസ് അല്ല. കാരണം ഇപ്പോൾ പുതിയ ആളുകൾ ഡയബറ്റിക് ആയിട്ട് വരുന്നു. ഒരു ഡയബറ്റിസിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഫാമിലീസിൽ ഡയബറ്റിസ് വരുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ജനറ്റിക്കലി ഉണ്ടായിരുന്ന ഒരു ഡിസീസ് അല്ല, അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഡിസീസാണ്. അങ്ങനെയുള്ള ഒരു ഡിസീസ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഹാബിറ്റ്സും മാറ്റിയാൽ ആ ഡിസീസും മാറും, പ്രൊവൈഡഡ് നമ്മുടെ ലിവർ ആൻഡ് പാൻക്രിയാസ് ആർ ഹെൽത്തി. അതിന് ഹോം IR ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ പല എന്തൊക്കെയോ ചെയ്ത് നോക്കണം. എന്തായാലും പ്രധാനമായിട്ട് ഈ HOMA-IR എന്ന് പറയുന്ന ഹോമിയോസ്റ്റേസിസ് ഏതാണ്ട് മോഡൽ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തോ പറഞ്ഞ ഒരു ടെസ്റ്റ്, അതായത് ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു റേഷ്യോ, HOMA-IR എന്ന് പറയുന്ന റേഷ്യോ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മളുടെ മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ അതിനു മുമ്പ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഈയിടെ ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത, 31 കൺട്രീസിൽ നടത്തിയ ഒരു ഗ്ലോബൽ മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ 5 ബില്യൺ പീപ്പിൾ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യന്റ് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. 85% ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു മൈക്രോ ന്യൂട്രിയന്റിൽ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഈ ഡെഫിഷ്യൻസിയുടെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഫുഡിന്റെ പ്രോസസ്സിങ്, കുക്കിംഗ്, ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്, പിന്നെ സോയിൽ ഡിപ്ലീഷൻ, മിനറൽസ് ആൻഡ് മറ്റുള്ള കമ്പോണൻസ്, ഓർഗാനിക് കമ്പോണൻസ് ഇൻ ദ സോയിൽ ഡിപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചില കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടും, അങ്ങനെ ചില ഏരിയാസിലോ റീജിയൻസിലോ സോയിലിലുള്ള ഡെഫിഷ്യൻസി കൊണ്ടും ഒക്കെയാണ് ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് തിങ്സ്, എന്നും ഒരേ ചോറും വീട്ടിലുണ്ടായ വാഴയ്ക്കയും മാത്രം കഴിച്ചാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരും. അപ്പൊ നമുക്ക് ഏതൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഏറ്റവും മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വൈറ്റമിൻ B9, അതിനെ ഫോളേറ്റ് എന്ന് പറയുന്നു, B12, ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ 1 കാർബൺ മെറ്റാബോളിസം എന്ന് പറയുന്നത്. എന്താണ് 1 കാർബൺ മെറ്റാബോളിസം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ഊഹമൊന്നുമില്ല. എങ്കിലും നമ്മൾക്കറിയാം, നമ്മളുടെ പ്രഗ്നൻസി സമയത്തും മറ്റും നമ്മളിത് ധാരാളമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഈ ഫോളേറ്റ് നമ്മളോട് ഉപയോഗിക്കണം എന്ന് പറയുമായിരുന്നു. കാരണം ഇത് ഞരമ്പുകളുടെ ആരോഗ്യത്തിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും, കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ആവശ്യമുള്ളതാണ്. പിന്നെ B12, നമ്മൾ ആസ് ഡയബറ്റിക്സ് നമ്മൾക്കെല്ലാം B12 സപ്ലിമെന്റേഷൻ ഉണ്ട്. നമ്മളുടെ പെരിഫറൽ ന്യൂറോപ്പത്തി കുറയ്ക്കുവാനാണ്. ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ആരോഗ്യം കൊടുക്കുന്നതുണ്ടാകാം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വൈറ്റമിൻസ് B9ഉം B12 ഒരുപാട് ഡെഫിഷ്യൻസി ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത് എനർജി മെറ്റാബോളിസത്തിന്, ഇത് ഞാൻ പറഞ്ഞല്ലോ, 1 കാർബൺ മെറ്റാബോളിസം, എനർജി മെറ്റാബോളിസം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് എനർജി ആക്കാനായിട്ട് വരുന്നത് B1, B2 ആൻഡ് B3, റൈബോഫ്ലാവിൻ, B1 തയാമിൻ, റൈബോഫ്ലാവിൻ ആൻഡ് നയാസിൻ. ഞാൻ നിങ്ങളോട് തയാമിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ തന്നെ ഉണ്ട്.
തയാമിൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് തയാമിനും B2 B3 ആവശ്യമാണ്. തയാമിൻ ഏറ്റവും അധികം ആവശ്യമാണ്. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഈ B1ന്റെ ആവശ്യം കൂടുന്നു. നമ്മളെല്ലാം കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് B1 ഡെഫിഷ്യൻസി ധാരാളമായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വേറൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ B1 ഉള്ളത് നമ്മുടെ തവിടിലൊക്കെയാണ്. അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, എന്ത് ഭംഗിയായിട്ടാണ് ക്രിയേറ്റർ ഓരോന്നും ഉണ്ടാക്കുന്നത്. അരി ഉണ്ടാക്കുമ്പോൾ അതിന് തവിടും അതിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് B1 ഒക്കെ മറ്റുള്ള വൈറ്റമിൻ, അയൺ അതിനകത്തുണ്ട്. എല്ലാം കിട്ടാനുള്ള മാർഗത്തിൽ തരുന്നതിനെ നമ്മളാണ് പോളിഷ് ചെയ്ത് ഇല്ലാതെ ആക്കുന്നത്. അപ്പൊ ഈ B1 B2 B3 ഹൈഡ്രോഫിലിക് വൈറ്റമിൻസ് ആണ്. അതായത് വെള്ളം അബ്സോർബ് ചെയ്ത് വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസ് ആണ്. അത് കോ എൻസൈംസ് ആയിട്ട് പല എൻസൈമാറ്റിക് ആക്ഷന് വേണ്ടി എനർജി മെറ്റബോളിസത്തിലെ എൻസൈമിന്റെ കൂടെ ആക്ട് ചെയ്യുന്ന കോ എൻസൈംസ് ആണ്. അപ്പൊ ആ എൻസൈംസിന്റെ ആക്ടിവിറ്റിക്ക് ഇത് ആവശ്യമുണ്ട്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കൂട്ടുമ്പോഴും അതുപോലെ ഫിസിക്കൽ എക്സസൈസ് കൂട്ടുമ്പോഴും നമുക്ക് എനർജി റിക്വയർമെന്റ് കൂടും. അപ്പോൾ ഈ വൈറ്റമിൻസിന്റെ ആവശ്യവും കൂടും. പിന്നെ എൻ്റെ അച്ഛൻ എന്നോട്, എൻ്റെ അപ്പച്ചൻ ഞാൻ വിളിക്കുന്നത്, എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്നും ഒരു B കോംപ്ലക്സ് കഴിക്കണം. അന്ന് B കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഇപ്പൊ ബിക്കോസ് സിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എസെൻഷ്യൽ ആയ ഒരു മിനറലും കൂടെ കൂട്ടി ബിക്കോസ് സിങ്ക് കിട്ടും. ഞാൻ കഴിക്കുന്നത് സുപ്രാഡിൻ ഡെയിലി എന്ന് പറയുന്നതാണ്. അതിൽ സിങ്ക് ഇല്ല, പക്ഷേ B വൈറ്റമിൻസും വളരെ ചെറിയ തോതിൽ കുറച്ച് മിനറൽസും ഉള്ളതാണ്. അപ്പോൾ ഈ B വൈറ്റമിൻസ് നമ്മളോട് ഡോക്ടേഴ്സ് പറയും, ഈ B വൈറ്റമിൻസ് കഴിച്ചാൽ അത് മൂത്രത്തിൽ അങ്ങ് പോവുകയുള്ളൂ, നമ്മുടെ മൂത്രം മഞ്ഞയായിട്ടിരിക്കും, അത് നിങ്ങൾക്ക് ഗുണമൊന്നും ചെയ്യല. നമുക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ആ ആവശ്യമുള്ളത് അത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി മൂത്രത്തിൽ പോകുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്. നമ്മുടെ ബോഡിയിൽ ഇത് അക്യൂമുലേറ്റ് ചെയ്താൽ നമ്മൾ എന്നോ അല്ലെ ഒന്നരാടോ ആഴ്ച 3 ദിവസം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിലധികം അക്യൂമുലേറ്റ് ചെയ്ത് നമുക്ക് ഹാം ഉണ്ടാകും. അപ്പോൾ ഇത് മൂത്രത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വെച്ച് തന്നെയാണ് ഞാനിത് കഴിക്കുന്നത്. പിന്നെ അടുത്തത് B വൈറ്റമിൻസ് വേറെ എന്ത് ചെയ്യും? എനർജി മെറ്റബോളിസം, വൺ സെല്ലാണ്, 1 കാർബൺ മെറ്റബോളിസം. അടുത്തത് ഗട്ട് ഹെൽത്ത്. B വൈറ്റമിൻസ് ഗട്ട് മൈക്രോബിയൽ കോമ്പസിഷനെ അഫക്ട് ചെയ്യും. നമ്മുടെ ഗട്ട് ബയോട്ട, അതായത് ഏതൊക്കെ മൈക്രോബ്സ് ഏതൊക്കെ പ്രൊപ്പോർഷനിലുണ്ട് എന്നുള്ളത് B വൈറ്റമിൻസ് അഫക്ട് ചെയ്യും. അത് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോളന്റെ ഹെൽത്തിനെയും അത് അഫക്ട് ചെയ്യും. ഓവറോൾ മെറ്റബോളിസത്തിനെ അഫക്ട് ചെയ്യും. നമ്മൾ കണ്ടു, ഈ മൈക്രോബ്സ് ആണ് നമ്മളുടെ പല സാധനങ്ങളെ ദഹിപ്പിക്കുന്നതും പല എൻസൈംസിനെ ഉണ്ടാക്കാൻ ഉള്ള ട്രിഗറായിട്ട് ആക്ട് ചെയ്യും. പല വിധത്തിൽ നമ്മുടെ ബോഡിയിൽ അതിനുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാം. അപ്പൊ അത് ഹെൽത്തി ആയിട്ട് റിമെയിൻ ചെയ്യണമെങ്കിലും B വൈറ്റമിൻസ് ആവശ്യത്തിന് വേണം. മിക്കവാറും B വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് റെഗുലർ ആയിട്ട് നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യണം. കുക്കിംഗ്, ഫുഡ് പ്രോസസ്സിങ്, ആൽക്കഹോൾ കൺസംഷൻ ഒക്കെ ഈ B വൈറ്റമിൻസ് നമ്മുടെ ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ വൈറ്റമിൻസ് കൂടുതൽ ഏത് വൈറ്റമിൻ എന്ത് സാധനങ്ങളും വളരെ അധികമായിട്ട് കഴിക്കുന്നത് ടോക്സിക് ആണ്. പിന്നെ നമുക്ക് ഈ വയസ്സായ നമുക്കൊക്കെ ഇത് ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള വേറൊരു കാരണം നമ്മൾ ജീറിയാട്രിക് പോപ്പുലേഷനാണ്. നമ്മൾ അധികമായിട്ട് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ഒരുപാട് ഭക്ഷണത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് ഭക്ഷണമായപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് കിട്ടാതെയും ഇരിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോയിൽ ഡിപ്ലീഷൻ, പല സ്ഥലത്തെയും സോയിലൊക്കെ ഡിപ്ലീറ്റഡ് ആയി വീണ്ടും കൃഷി ചെയ്ത് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഇട്ടുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ സോയിലൊന്നും ഇല്ല. പിന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നുള്ളൂ. എപ്പോഴും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കണം. ഈ ആഴ്ച നമ്മൾ 4 തരത്തിലോ 5 തരത്തിലോ ഉള്ള പച്ചക്കറികൾ കഴിച്ചാൽ അടുത്ത ആഴ്ച വേറെ 5 തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കണം. ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ മിക്കവാറും നമുക്ക് പച്ചക്കറികളിൽ നിന്നാണ് കിട്ടുന്നത്. B വൈറ്റമിൻസ് കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ തവിട് പോലെയുള്ള സബ്സ്റ്റൻസസ് നിന്നാണ് കിട്ടുന്നത്. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ D, E, A. ഇതെല്ലാം ഉണ്ട്. D, E and A. ഡിയും വെയിറ്റും തമ്മിലുള്ള ഒരു കോറിലേഷൻ ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഒബീസിറ്റി ഉണ്ടാകുന്നവർക്ക് D വൈറ്റമിൻസ് കുറവാണ്. അത് എങ്ങനെയുള്ള റിലേഷനാണ്? മുട്ടയിൽ നിന്ന് കോഴിയുണ്ടായോ, കോഴിയിൽ നിന്ന് മുട്ടയുണ്ടായോ എന്നുള്ളത് പോലെയാണ്. പക്ഷെ ഈ വൈറ്റമിൻ D നമ്മൾ വെയിലത്ത് നിന്നാൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെയിലത്ത് നിന്നാൽ നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഉൽപ്പാദിപ്പിക്കണം എന്ന് ഇല്ല. നമ്മുടെ ശരീരം ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് പോലെ ഇരിക്കും. പിന്നെ നമ്മൾക്ക് പറയാം, നമ്മളുടെ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒബീസിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ ഫാറ്റ് കുറവായിരിക്കും, എന്നെ കണ്ടാലും നല്ല മെലിഞ്ഞാണ്. പക്ഷെ
നമ്മൾക്ക് സ്കിന്നി ഫാറ്റ്, സൗത്ത് ഏഷ്യൻസ് ആർ സ്കിന്നി ഫാറ്റ് എന്ന് പറയും. നമ്മുടെ കുടലിനകത്ത് അല്ല, വയറിന്റെ ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ധാരാളം കൊഴുപ്പ് ഓർഗൻസിന്റെ പുറത്ത് അടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഡയബറ്റിസ് ഉണ്ടാകുന്നത് എന്ന് റോയ് ടൈലറും അദ്ദേഹത്തിന്റെ കൊളീഗും കൂടെ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ്ങിൽ കൂടെ കണ്ടുപിടിച്ചതായിട്ട് നമുക്കറിയാം. അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഫാറ്റ് അല്ലാതെ തന്നെ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് വളരെ അധികം അറിവൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഒരു കാര്യം അറിയാം, വൈറ്റമിൻ ഡി ബോഡിയുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഇത്രയും വൈറ്റമിൻസ് എയും ഇയും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇത്രയും വൈറ്റമിൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് മിനറൽസിന്റെ കാര്യം, ഇതൊക്കെ ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. മിനറൽസിന്റെ കാര്യം പറയാം. നമുക്ക് മെറ്റബോളിസത്തിനെ അഫക്ട് ചെയ്യുന്ന മിനറൽസിൽ നമ്പർ 1 ആണ് കാൽസ്യം. കാൽസ്യം ഒരു മെറ്റബോളിസം ബൂസ്റ്റിംഗ് മിനറൽ ആണ്. അത് ബോഡിയുടെ മെറ്റബോളിസത്തിൽ ഒരു വലിയ റോൾ ഉണ്ട് കാൽഷ്യത്തിന്. അതിന്റെ കൂടെ അത് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുകയും ഡയബറ്റിസ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യാൻ സഹായിക്കും എന്ന് പറയുന്നു. ബോൺ ആൻഡ് ടൂത്ത് ഹെൽത്തിന്, പല്ലിനും എല്ലിനും ആവശ്യമാണ്. എനിക്ക് ഓസ്റ്റിയോപീനിയ ഉണ്ട്, പല്ലെല്ലാം ദ്രവിച്ചു പോയി. അത് ചിലപ്പോൾ ഈ കാൽഷ്യമേ ഞാൻ കഴിക്കുകയില്ല, അതുകൊണ്ടായിരിക്കാം. പാല് കഴിക്കുകയില്ല, പാലിന് അലർജി ഉണ്ട്. പിന്നെ ഒരുപാട് കാൽഷ്യം റിച്ച് ഇലക്കറികളൊക്കെ ഒരു ലിമിറ്റ് വരെ കഴിക്കുള്ളൂ, കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ട്. 2007 ഒരു സ്റ്റഡി പ്രകാരം കാൽഷ്യം റിച്ച് ഡയറ്റ് നമുക്ക് പേഷ്യൻസ് ടൈപ്പ് 2 ഡയബറ്റീസിന് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന് രണ്ടാമത് സപ്പോർട്ട് സ്റ്റഡികളൊന്നും നടന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വെയിറ്റ് ലോസ് എയ്ഡായിട്ട് നമുക്ക് കാൽസ്യത്തിനെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കാൽസ്യം മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നുള്ളത് വൈഡായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലെ കൂടെ കാൽസ്യം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പാല്, തൈര്, ഡാർക്ക് ലീഫി ഗ്രീൻസ്, നട്ട്സ് ഒക്കെയാണ് കഴിക്കേണ്ടത്. പിന്നെ കാൽഷ്യം കഴിഞ്ഞുള്ളത് അയൺ ആണ്. അയൺ സ്റ്റിമുലേറ്റ്സ് ആൻഡ് എൻഹാൻസസ് മെറ്റബോളിസത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അയൺ ഒരു ഡബിൾ എഡ്ജ് സോഡ് പോലെയാണ്. അയൺ സപ്ലിമെന്റേഷൻ ചെയ്ത് നമുക്ക് മെറ്റബോളിസം കൂട്ടാം എന്ന് പറയുന്നു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പിള്ളേർക്കൊക്കെ അയൺ ആവശ്യമാണ്. അതുപോലെ തന്നെ അയൺ നമ്മുടെ സെല്ലിലുള്ള ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഓരോ സെല്ലിൽ. കാരണം നമുക്കറിയാം നമ്മുടെ ചില ഹോർമോൺസിന്റെ കോൺസെൻട്രേഷനും അയണിന് അഫക്റ്റ് ചെയ്യും. അത് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് അയണാണ്. ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സഫീഷ്യന്റ് ഓക്സിജൻ നമ്മുടെ സെൽസിൽ റീച്ച് ചെയ്യത്തില്ല. ഓക്സിജന്റെ പ്രസൻസിലാണ് പല എനർജി മെറ്റബോളിസവും നടക്കുന്നത്. അത് നമ്മുടെ ടിഷ്യൂസിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അയൺ നമുക്ക് കൂടണമെങ്കിൽ നമ്മൾക്ക് മാംസം, ഹോൾ ഗ്രെയിൻസ്, എല്ലാത്തിനും ഒരു ഉത്തരമാണ് ഹോൾ ഗ്രെയിൻസ്, അതായത് തവിടുള്ള ആഹാരം, ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ്, സോയാബീൻസ്, ബ്രൗൺ റൈസ്. ഇതൊക്കെ ബ്രൗൺ റൈസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ അതൊരു ഹോൾ ഗ്രെയിൻ ആണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അയൺ കിട്ടും. അയണിന് പല റോളുകളുണ്ട് നമ്മുടെ ശരീരത്തിലെങ്കിലും അയൺ കൂടുതലായിട്ട് കഴിച്ചാൽ അത് ഒരു തരം അയൺ പോയിസണിങ് ഉണ്ടാകും. അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സബ്സ്റ്റൻസ് ആണ്. പിന്നെ ഉള്ളത് മിനറൽ, അടുത്ത മിനറലാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം ഒരു എസെൻഷ്യൽ മിനറലാണ് മെറ്റബോളിസം കൂട്ടാനും എനർജി മെറ്റബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യാനും. മഗ്നീഷ്യത്തിന് നമുക്ക് ചില ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടാം. ചീര, ബനാന, ഉരുളക്കിഴങ്ങ്, നട്ട്സ് ആൻഡ് ലെഗൂംസ്, പയറുവർഗ്ഗങ്ങളും നട്ട്സും, പിന്നെ ചില മത്സ്യങ്ങള്, ചില ധാന്യങ്ങള്, പിന്നെ സപ്ലിമെന്റ് ആയിട്ട് ഇത് കഴിക്കാം. സേഫ് ആയിട്ട് ഒരു മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, വെയിറ്റ് ലോസ് ഉണ്ടാക്കും, വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതും മഗ്നീഷ്യവും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ മൂത്രത്തിൽ പുറത്ത് കളയും. ഞാൻ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കാറുണ്ട്. അത് എൻ്റെ ഞാൻ മെമ്പറായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ലോക്കാബ് ഗ്രൂപ്പ്, അവരുടെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ മഗ്നീഷ്യം ആവും സുപ്രാഡിനും കഴിക്കുന്നത്. പക്ഷെ ഹൈ ഡോസസിൽ മഗ്നീഷ്യവും നമുക്ക് ടോക്സിക് ആണ്. പിന്നെ നമ്മൾ അധികം കേൾക്കാത്ത മറ്റൊരു മിനറലിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതിന്റെ പേര് സെലീനിയം എന്നാണ്. അതൊരു ട്രേസ് എലിമെന്റ് ആണ്.
ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സസിൽ ആവശ്യമുള്ള ഒന്നാണ്. തൈറോയിഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷനിൽ സെലീനിയം ആവശ്യമാണ്. ഇമ്മ്യൂണിറ്റി, ഏജിങ്, പിന്നെ നമ്മുടെ ഓക്സിഡേഷൻ, ബോഡിയിലെ സെൽസ് ഒക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന പറയത്തില്ല, അത് ബാലൻസ് ചെയ്യാനും സെലീനിയം ആവശ്യമാണ്. സെലീനിയം മെറ്റബോളിസം, ഒരു അത് അബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്ഫോർമേഷൻ, എക്സ്ക്രീഷൻ, ഇങ്ങനെ 4 പ്രോസസ്സിൽ കൂടെ പോകും. ലിവറാണ് ഡയറ്റിൽ നിന്ന് സെലീനിയമിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോ സെലീനിയമിന് ബോഡിയിലെ ആന്റി ഓക്സിഡന്റ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ആൽക്കഹോള്, സ്മോക്കിംഗ്, ഇതൊക്കെ നമുക്ക് സെലീനിയത്തിന്റെ ആവശ്യം കൂട്ടുകയോ അത് നമ്മുടെ കയ്യിൽ സെലീനിയമിന്റെ യൂസ് കൂടുതലായിട്ട് ആവശ്യം വരികയോ ഒക്കെ ചെയ്യും. ക്രോണിക് ഹാർട്ട് ഡിസീസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് നമുക്ക്, ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, സ്ട്രെസ്, അതൊക്കെ നമുക്ക് ക്രോണിക് കണ്ടീഷൻ, ഹാർട്ട് ഡിസീസ്, അൽഷൈമേഴ്സ്, ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. അതിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സെൽസിനെ ഫ്രീ റാഡിക്കൽസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഈ സെലീനിയം ആവശ്യമാണ്. നമ്മൾക്ക് പണ്ടൊക്കെ സെലീനിയം കിട്ടിയിരുന്നത് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയാണ്, മണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മണ്ണ് ഒക്കെ എല്ലാത്തിനും ഡിപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ സെലീനിയം ഡെഫിഷ്യൻസി ഉണ്ടെന്നും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടെന്നും ഇന്ത്യയിൽ ഈ സ്റ്റഡി, ഞാൻ പറഞ്ഞ സ്റ്റഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ സെലീനിയത്തിന്റെ കാര്യത്തിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഇൻ അവർ ബോഡി അത് പറഞ്ഞ ലെവലിൽ നിർത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെവലിലാണെന്നെങ്കിൽ നമുക്ക് തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. പക്ഷെ ഡെഫിഷ്യൻസി ഇൻ സെലീനിയവും എക്സസ് ഓഫ് സെലീനിയവും നമുക്ക് ഡേഞ്ചറസ് ആണ്. ടു ലിറ്റിൽ സെലീനിയം ആണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും, ഇൻക്ലൂഡിങ് കാർഡിയോവാസ്കുലർ, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, നമ്മളുടെ ലിവറിനുള്ള ഹിപ്പറ്റോപ്പതി, പിന്നെ നമുക്ക് ജോയിന്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ടു മച്ച് സെലീനിയം ആണെങ്കിൽ സെൽസിൽ ഇംബാലൻസ് ഉണ്ടാക്കും, ടോക്സിക് പ്രോബ്ലംസ് ഉണ്ടാക്കും, ഈവൻ ക്യാൻസേഴ്സും ഉണ്ടാക്കും. അപ്പൊ ഇത് നമ്മൾക്ക് വളരെ കെയറോടെ ഒരു ഡോക്ടറുടെയോ വല്ലോ ഹെൽത്ത് പ്രാക്ടീഷണറുടെ കൺട്രോളിൽ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ എൻസൈം, ഈ സെലീനിയം പല എൻസൈംസിന്റെയും ആക്ഷനെയും സപ്പോർട്ട് ചെയ്യും. റീപ്രൊഡക്ഷൻ, മസിൽ ഫങ്ഷൻ, ട്യൂമർ പ്രിവെൻഷൻ, ഇതിനൊക്കെ നമുക്ക് സെലീനിയം ആവശ്യമാണ്. ഈ സെലീനിയം ഇവിടെ മണ്ണിലില്ല എന്നും സെലീനിയം ഒക്കെ ഡെഫിഷ്യൻസി എസ്പെഷ്യലി ഇൻ വിമൻ ഉണ്ട് എന്നും ഈ സ്റ്റഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ എൻ്റെ DNA അനാലിസിസിനെ കുറിച്ച്, ജനറ്റിക് അനാലിസിസിനെ കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ. ഈ പറയുന്ന മിനറൽസ്, വൈറ്റമിൻസും എല്ലാം, അപ്പൊ എനിക്ക് ഡയബറ്റീസിന്റെ ഒരു ജനറ്റിക് കോസ് ഇല്ല എങ്കിലും അവര് പറയുന്ന എനിക്ക് ഇൻക്രീസ്ഡ് നീഡുള്ള ചില വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അത് ഈ പറയുന്നത് എല്ലാമാണ്. അയൺ, സെലിനിയം, B12, B3, അങ്ങനെ B2, ഇതൊക്കെയാണ്. അത് അതിന്റെ ഡയബറ്റിസ് ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവരെന്റെ DNA അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്റെ ബോഡി ഈ കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിട്ടല്ലാത്തത് കൊണ്ട് ഇൻക്രീസ്ഡ് നീഡ് ഫോർ ദീസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഈ മൈക്രോ ന്യൂട്രിയൻസിന് ഇൻക്രീസ് നീഡ് എന്റെ ശരീരത്തിന് ഉണ്ട് എന്ന് ആണ് അവർ പറയുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാവാം സ്ലോ ആയിട്ട് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്ത്. വേറൊരു കാര്യം അവർ പറയുന്നത്, എൻ്റെ ബോഡി ടോക്സിൻസ് ടേൺ ഓവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് കൂടുതലായിട്ട് ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസ് കഴിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസ് ഈ നമ്മുടെ ബോഡീനെ ഡീടോക്സ് ചെയ്യാൻ അതിനകത്ത് ഒരു സൾഫർ കോമ്പൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ അതൊക്കെ ഉൾപ്പെടുത്തണം എന്നും ഒരു അഡ്വൈസ് അവർ തന്നിട്ടുണ്ട്. അവരുടെ ഒരു ജനറ്റിക് കൗൺസിലിംഗും ഉണ്ടായിരുന്നു. സപ്ലിമെന്റ്സ് ഒന്നും കഴിക്കാൻ അവർ പറഞ്ഞില്ല. അതിന് പകരം ഫുഡ്സ്, അതിന്റെ സൂട്ടബിൾ ഫുഡ് കഴിക്കാനാണ് അവർ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ ഇനി വീണ്ടും ഒരു DNA എനിക്ക് പിന്നെ വേറെ അവർ പറഞ്ഞത്, എനിക്ക് ലിവറിൽ അയൺ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള അസുഖം വരാനുള്ള മാത്രമാണ് എനിക്ക് ജനറ്റിക് ടെൻഡൻസി ടു ഡിസീസ്. ഈ ഒരൊറ്റ ടെൻഡൻസി ഉള്ള ഡിസീസിന് അത് അയൺ എൻ്റെ ലിവറിൽ എക്സസ് ആയിട്ട് ലോഡ് വരുന്നതിൻ്റെ ഒരു അസുഖമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞാല് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ആയി, ഞാൻ കണ്ടുവച്ച പോയിന്റ്സ് എല്ലാം ആയി. അപ്പോൾ നമുക്ക് ഒരു ബ്രീഫ് സമ്മറിയിൽ നമ്മൾ പറയാം.
എങ്ങനെയാണ് സ്ട്രാറ്റജീസ് ടു ബൂസ്റ്റ് അവർ മെറ്റബോളിസം? നമ്പർ 1 ആണ് ഇൻക്രീസിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മളുടെ മസിൽ മാസ് കൂട്ടത്തക്ക തരത്തിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്ത് നമ്മുടെ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റിനെ കൂട്ടുകയും അതുപോലെ തന്നെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരുന്ന് ഇൻസുലിന്റെ സഹായമില്ലാതെ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും മസിൽ ടിഷ്യൂ കുറെയൊക്കെ അതിനെ കത്തിച്ചു കളയുകയും ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് ഇൻക്രീസിങ് ഫിസിക്കൽ ആക്ടിവിറ്റി. രണ്ടാമത് ബിൽഡിംഗ് മസിൽസ് നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും മെറ്റബോളിക് റേറ്റ് കൂട്ടി വെക്കാൻ സഹായിക്കും. ഞാൻ ഒരു റാംബോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇരിക്കായിരുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റേ ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ. ആ ദിവസം മുഴുവനും ഒരു സ്ഥലത്ത് ഇരിക്കാതെ, ഒരു ഡെസ്കിൽ ഇരിക്കാതെയും ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് നടക്കുക, അല്ലെങ്കിൽ ഒക്കുമെങ്കിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയും ചെയ്താൽ തന്നെ ഈ ആക്ടിവിറ്റീസ് നോൺ എക്സസൈസ് ആക്ടിവിറ്റി ആണ്. നമ്മൾ ചോറുണ്ടാക്കുക, അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. ആ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനസിസ് എന്ന് പറയാം അതിനെ, NEAT. ഈ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടാക്കും. ഈ ആക്ടിവിറ്റി നമുക്ക് ഹീറ്റ് ഉണ്ടാക്കും. നമുക്കറിയാലോ, ചൂട് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ജോലി ചെയ്താലും വിയർക്കുമല്ലോ. ഇത് നമ്മുടെ കലോറി ഒക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കും. പിന്നെ ഉള്ളത് നാലാമത്തെ പോയിന്റ് ആണ് ഈറ്റ് ഇനഫ് പ്രോട്ടീൻ. നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ തെർമിക് ഇഫക്റ്റ് ഓഫ് ഫുഡ്, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എനർജി ആവശ്യമുള്ളത് കൊണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് നമ്മളുടെ കുറെ എനർജി ബേൺ ചെയ്യും. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് പ്രോട്ടീൻ കഴിച്ചു കഴിയുമ്പോൾ കൂടും. പിന്നെ ഡോണ്ട് സ്കിപ്പ് മീൽസ്. നമ്മളിപ്പം റെഗുലർ ആയിട്ടുള്ള ടൈമിൽ ഭക്ഷണം കഴിക്കുക. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് എതിരല്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ചുമ്മാ തോന്നുമ്പോഴൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാതെ, നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ മീൽസ് ഒക്കെ റെഗുലർ ആയിട്ട് കുറെ കഴിക്കാതെ ഒക്കെ ഇരുന്നാല് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറയും എന്ന് പറയുന്നു. എന്റെ മോൻ 1 മീൽ എ ഡേ ആണ് കഴിക്കുന്നത്. അവന് മെറ്റബോളിക് റേറ്റ് ഒന്നും കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആറാമത്തെ പോയിന്റ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സിന് ആവശ്യമാണ്. മെറ്റബോളിക് പ്രോസസ്സിന് വാട്ടർ ആവശ്യമാണ്. ഡീഹൈഡ്രേറ്റഡ് ആയാൽ നമ്മുടെ ബ്ലഡ് വോളിയം അല്പമായിട്ട് കുറയുകയും ആ അല്പമായിട്ട് കുറയുന്ന അത് കാരണം തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ മെഷർ ചെയ്യുന്നത് വ്യത്യാസം വരികയും ചെയ്യും. നമ്മൾക്കറിയാമല്ലോ, 1 ടീസ്പൂൺ ഷുഗർ ആണ് നമ്മുടെ ബോഡിയിൽ ആകെ ഉള്ളത്. എന്നിട്ട് ആ 1 ടീസ്പൂൺ ഷുഗർ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയാലും 3/4 കപ്പ് വെള്ളത്തിൽ കലക്കിയാലും 1 കപ്പ് വെള്ളത്തിൽ കലക്കിയാലും അതിന്റെ ഇന്റൻസിറ്റി കുറയുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് സഫീഷ്യന്റ് വെള്ളം വേണം എന്നുള്ളത്. അതിന് ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതിന്റെ എല്ലാ പ്രോസസ്സ് നടക്കാനും ഒക്കെ വെള്ളം വേണം. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. 2 to 3 liters ഓഫ് വാട്ടർ എ ഡേ കുടിക്കുക തന്നെ വേണം. പിന്നെ വേറെ ഒരു സ്റ്റഡീസ് പറയുന്നുണ്ട്, നമ്മൾ തണുത്ത വെള്ളം കുടിച്ചാൽ, ഐസ് വാട്ടർ കുടിച്ചാൽ നമ്മുടെ ബോഡി കുറച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഈ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് തണുപ്പായിട്ട് ചെല്ലുമ്പോൾ അതിനെ ഹീറ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബോഡി എനർജി സ്പെൻഡ് ചെയ്യും. അതിനൊരു തെർമോജനിക് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏഴാമത്തെ പോയിന്റ് ആവശ്യത്തിന് ഉറക്കം. പുവർ സ്ലീപ്പ് നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ, ഹോർമോൺ ലെവൽസിനെ എല്ലാം അഫക്റ്റ് ചെയ്യും. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6-7 മണിക്കൂർ എങ്കിലും ഒരു രാത്രി ഉറങ്ങാൻ ശ്രമിക്കണം. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റഡി ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 12:30 തൊട്ട് ഒരു 6 മണി വരെ നമ്മൾ ഉറങ്ങുകയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ 5 മണി വരെ 11 തൊട്ട് 5 വരെ ഉറങ്ങുകയാണെന്ന് വെച്ചു. ആ സമയത്ത് നമ്മൾ ബ്രൈറ്റ് ലൈറ്റിലാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ്. നമ്മളുടെ ബോഡി ഈ ലൈറ്റാണ് അതിന്റെ ക്യൂ. ആ ലൈറ്റിനെ എടുത്തിട്ടാണ് ബോഡി, നമ്മുടെ ലിവറും പാൻക്രിയാസും ഒക്കെ ആ സിർക്കേഡിയൻ റിതമിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്ക്നെസ് ഒക്കെ ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും, വൈകുന്നേരമായി സന്ധ്യയായി വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസ് ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ലിവർ വേറെ ആക്ടിവിറ്റീസ് ചെയ്യും, പാൻക്രിയാസ് സ്ലോ ഡൗൺ ചെയ്യും. അപ്പൊ ലിവർ എന്നിട്ട് നമ്മുടെ ബോഡി അതിനെ തന്നെ റിമൂവ് ചെയ്യും. പക്ഷെ നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൽ കിടക്കുമ്പോൾ ബോഡി കൺഫ്യൂസ്ഡ് ആവും. അതിന്റെ ആ സിർക്കേഡിയൻ ക്ലോക്ക് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യത്തില്ല. ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഉറക്കത്തിനെയൊക്കെ ആയിരിക്കാം. നമ്മളൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉറങ്ങുക.
അപ്പൊ എട്ടാമത്തേത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. ക്രോണിക് സ്ട്രെസ് കോർട്ടിസോളിനെ എഫക്ട് ചെയ്യും, അത് ഇൻഫ്ലുവൻസിനെ എഫക്ട് ചെയ്യും, അത് മെറ്റബോളിസത്തിനെ എഫക്ട് ചെയ്യും, ആപ്പറ്റൈറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ സ്ട്രെസ്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഡിസീസ് ഇൻക്ലൂഡിങ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അപ്പൊ സ്ട്രെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിലുള്ള ചില ആളുകൾ കൊണ്ടും ചില ഇൻസിഡൻസ് കൊണ്ടും ചില സ്ഥിതികൾ കൊണ്ടും ചില സ്ഥലങ്ങൾ കൊണ്ടും നമ്മുടെ വർക്ക് പ്ലേസ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പൊ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ കോമ്പാറ്റ് ചെയ്യും? സ്ട്രെസ് റിലീവിങ് ആക്ടിവിറ്റീസ്, സ്ട്രെസ് റെഡ്യൂസിങ് ആക്ടിവിറ്റീസ്, മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം, ഈവൻ നമ്മുടെ മുദ്രാസ്, സ്ട്രെസ്സിനുള്ള മുദ്രാസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എഫക്റ്റീവ് ആണ്. നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലേ നമ്മൾക്കത് മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ വിരളെ പിടിച്ചത് കൊണ്ട് എൻ്റെ സ്ട്രെസ് പോകുമെന്ന്. നിങ്ങളെ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതൊക്കെ ഇപ്പോഴാണ് പഠിക്കുന്നത്. പിന്നെ ഗ്രീൻ ടീയും കോഫിയും, ഇത് രണ്ടും ഉള്ള കോമ്പൗണ്ട്സ് കുറച്ചൊക്കെ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. ഗ്രീൻ ടീനും കോഫീനും നമ്മുടെ കാലറി ബേണിങ്ങിനെ കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മുളക്, എരിവും നമ്മുടെ തെർമിക് ഇഫക്റ്റ് കൂട്ടുകയും കാലറി ബേൺ കൂട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് ഞാൻ ഈ മെറ്റബോളിസത്തിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ അടുത്തത് വേറെ കുറെ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. പല പല കാര്യങ്ങൾ. ഞാനിപ്പോ യോഗയ്ക്ക് ചേർന്നല്ലോ. അപ്പൊ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് യോഗ. ഇന്ന് ഞാൻ യോഗ സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡെയിലി വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിയുമ്പോൾ ഞാനിപ്പോ ഒരു പരീക്ഷയ്ക്ക് ചേർന്ന് അത് പഠിക്കണം എന്ന് വെച്ചാൽ അത് എൻ്റെ വീഡിയോയും കണ്ടുകൊണ്ട് എൻ്റെ ക്ലാസ്സും കേട്ടുകൊണ്ട് ഇരിക്കും. പിന്നെ ഈ വൈകുന്നേരം യോഗക്കാരുടെ പല ക്ലാസ്സുകളുണ്ട്. ഡയബറ്റീസിന്റെ ഡയറ്റിനെ കുറിച്ച്, എക്സസൈസസിനെ കുറിച്ച്, ഫാസ്റ്റിങ്, നമ്മൾ ഗ്രൂപ്പ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മർമ്മ സയൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടുപോലും ഇല്ല. അത് കഴിഞ്ഞ് ഇതിപ്പോ രണ്ടാമത്തെ സെഷൻ ഓൺ മുദ്രാസ് ആണ്. അപ്പൊ അത് ഞാൻ കയറും 8:30 ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്. 5 ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവര് PDF നോട്ട്സ് തരും. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ മുദ്രാസ് എനിക്ക് വർക്ക് ചെയ്തു. ഒന്ന്, അവർ പറഞ്ഞത് മുകുള്ള മുദ്ര എന്നോ എന്തോ, ഏത് മുദ്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. വിരലെല്ലാം ഇങ്ങനെ വെച്ച്, ഞാൻ ഇന്നലെ കേട്ട ക്ലാസ് ആണ്, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പെയിൻ ഉള്ള സ്ഥലത്ത് ഹോൾഡ് ചെയ്താൽ ആ പെയിൻ റിലീഫ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ഇവിടെ നല്ല വേദനയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന അങ്ങ് പോയി കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഒരു ഗുളിക തിന്നുമായിരുന്നു. അതുപോലെ ഗ്യാസിന്, ബ്ലോട്ടിങ്ങിന് അവരൊരു മുദ്ര പറഞ്ഞു. അതും ഞാൻ ചെയ്ത് നോക്കി. 10 മിനിറ്റൊക്കെ നമ്മുടെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഒരു ലൈറ്റ്നെസ് തോന്നും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും. 10 മിനിറ്റേ ചെയ്യണ്ടു, അത് കഴിഞ്ഞ് വിട്ടും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ആ സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. ഗ്യാസ് നമ്മൾ പൊക്കം വിട്ടോ പുറത്തോട്ടോ വിടുന്നൊന്നും ഇല്ല. പക്ഷെ അത് സബ്സൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് എനിക്കതൊക്കെ നടക്കുന്നതായിട്ടാണ് തോന്നിയത്. ഞാൻ ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ആചാര്യന്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഇടാം. ആചാര്യൻ, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണാം. അദ്ദേഹമല്ല ഞങ്ങളെ പഠിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ശിഷ്യ ആയിട്ടുള്ള ഒരു ലേഡിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.